വി ഡി സതീശൻ പറയട്ടെ എന്താണെന്ന്, ഇന്നലെ എവിടെയൊക്കെ പോയത്. വി ഡി സതീശൻ്റെ 2 ദിവസത്തെ പരിപാടികളുടെ ഷെഡ്യൂളൊന്നും എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. വി ഡി സതീശൻ പരസ്യമായി കൽപ്പാത്തിയിൽ പോവുകയും രഹസ്യമായി PFI ആൾക്കാരായിട്ട് ചർച്ച നടത്തുകയും ചെയ്യുന്നത് ഞാൻ പറയണ്ടേ? ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് PFIയുടെ വോട്ട് വേണ്ട പറയട്ടെ. അല്ല, സതീശൻ ആദ്യം ഇത് പറയട്ടെ, PFIയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട. നിങ്ങൾ എന്നോടെന്തിനാണ് ബഹളം വയ്ക്കുന്നത്? സതീശൻ ആദ്യം പറയട്ടെ, ഞങ്ങൾ സെക്കുലർ പാർട്ടിയാണ്, മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ ഉന്നം, ഞങ്ങൾക്ക് PFIയുടെ പാർട്ടിയുടെ വോട്ട് വേണ്ട, ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയില്ല, ഞങ്ങൾ അവരെ ഉപയോഗിക്കുന്നില്ല, അവരുടെ നോട്ടീസ് ഞങ്ങളല്ല അടിച്ചത്, ഞങ്ങൾ സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലയാളികളുടെ ബന്ധുക്കളെ കണ്ടിട്ടില്ല. അവർ പറയട്ടെ. കണ്ടു എന്നുള്ളതും PFI പരസ്യമായി ആരാധനാലയങ്ങൾ കയറുന്നു എന്നുള്ളതും പോലീസിന് തന്നെ വിവരം കിട്ടിയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് നോക്കുകുത്തിയെ പോലെ ഇരിക്കുന്നത്? ഗ്രീൻ സ്ക്വാഡിനെ എങ്ങനെ ഇറങ്ങാൻ സാധിക്കുന്നു? അങ്ങനെ ഒരു വിഭാഗീയമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ ഒരു മുന്നണിക്ക് നടത്താൻ സാധിക്കുന്നു? വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. തെരഞ്ഞെടുപ്പ് വരും പോകും, പക്ഷേ നാളെയും നമ്മുടെ പൊതുസമൂഹം ഒരു ബഹുസ്വര സമൂഹത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മിനിമം ചില മര്യാദകളുണ്ട്. ആ മര്യാദ ഇവിടെ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയ CME MLA ആരാണെന്ന്. നിങ്ങൾ ഈ കുറച്ച് മൂടി വെക്കല്ലേ കേട്ടോ, നിങ്ങൾ അധികം മൂടി വെക്കല്ലേ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ UDF ജയിക്കണം? പേരൊക്കെ നിങ്ങളെ സുഹൃത്ത് എൻ്റെ സുഹൃത്തും തന്നെയാണ്. അതൊക്കെ ഇവിടെ എല്ലാവരും ഗ്രീൻ സ്ക്വാഡ് ഇറങ്ങുന്നതൊക്കെ നിങ്ങളെ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ ഗ്രീൻ സ്ക്വാഡൊക്കെ ഇറങ്ങുന്നു പറയും. എന്താണിത്? വലിയ തോതിൽ കള്ളപ്പണം ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ഒരു വാർത്ത കൊടുത്തില്ലല്ലോ. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എത്ര സ്ഥലങ്ങളിലാണ് ED റെയ്ഡ് നടക്കുന്നത്? വിദേശ ബാങ്കുകളിൽ നിന്ന്, വിദേശത്തു നിന്ന് കള്ളപ്പണം ചില കേന്ദ്രങ്ങളിൽ ബാങ്കുകളിലേക്ക് വന്നതിൻ്റെ വലിയ വാർത്തയാണ് ദേശീയ ചാനലുകളിൽ മുഴുവൻ. ഒരു വരി നിങ്ങളാരും കൊടുത്തില്ല. അതൊക്കെ പാലക്കാട്ടും വന്നിട്ടുണ്ടെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഷാഫി നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? അതിവിടെ ഏശില്ല. കാരണം എന്താ അറിയാം, വളരെ വ്യക്തമായിട്ട് ഞങ്ങളതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂടിവെക്കാൻ UDFും LDFും നടത്തുന്ന ഒരു പ്രചാരണമാണ്. കേന്ദ്ര അവഗണനയാണെങ്കിൽ ഇപ്പോൾ അടുത്ത വന്ദേ ഭാരത് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് വരാൻ പോവാണ്. വെറുതെ നുണ പറയുന്നതിന് നിങ്ങളെന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ഒരു പൈസ കൊടുത്തില്ലെന്ന് ആര് പറഞ്ഞു? 1000 ചില്ലുവാനം കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുണ്ട്. അറ്റ്ലീസ്റ്റ് ഹൈക്കോടതിയിൽ അവർ കൊടുത്ത നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. അറ്റ്ലീസ്റ്റ് കേരള ഹൈക്കോടതിയിൽ LDF കൊടുത്ത സത്യവാങ്മൂലം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു ആയുധമായിരുന്നെങ്കിൽ മിനിമം സാമാന്യ മര്യാദ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് 20-ാം തീയതി വരെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, ഇത് ഒരേ ചോദ്യം ചോദിക്കില്ല. എന്തുകൊണ്ട് തടയുന്നില്ല? അല്ലെന്ന് സഹോദരി, ഇത് SDPI ഇവിടെ വിതരണം ചെയ്യുന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? അതിപ്പോൾ DYFIക്കാരനെ അവർ ഉന്നയിച്ചുകൊണ്ട് എന്താ കാര്യം? അതിലെന്താണ് ഒരു ഇതുള്ളത്? SDPIക്കാർ അടിച്ചിറക്കിയ ലഘുലേഖ നിങ്ങൾ കിട്ടിയില്ലേ? നിങ്ങളത് കൊടുത്തില്ലല്ലോ. നിങ്ങൾ ആരെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് പച്ച പരമാർത്ഥമല്ലേ? എന്തിനാണ് നിങ്ങൾ അങ്ങനെ സഹായിക്കുന്നത്? ഒരേ ആരോപണമല്ലെന്ന് വസ്തുതയാണ് ഈ ഞാൻ പറഞ്ഞ ആരോപണം. അതായത് ലഘുലേഖ അടിച്ചത് മാത്രമല്ല, നിരോധിത ഭീകരവാദ സംഘടനകളുടെ നേതാക്കളുമായിട്ട് സതീശൻ ചർച്ച നടത്തിയിരിക്കുന്നു. സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലയാളികളുടെ ബന്ധുക്കളെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണം നടക്കുന്നു. ഗ്രീൻ സ്ക്വാഡ് ഇറങ്ങുന്നു. ഇതെല്ലാം വസ്തുതകളാണ്. ഈ വസ്തുതകളെ നാം എത്ര കാലം കണ്ണടച്ച് ഇരുട്ടാക്കും? വയനാടിനെ പറ്റി നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഏതാ പോലീസിന് അറിയാലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ സമീപിക്കുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടുത്തെ ജില്ലാ കലക്ടർ കൽപ്പാത്തി രഥോത്സവം മാറ്റിവെക്കണ്ട എന്ന് പറഞ്ഞ ഹീനമായ നടപടി എടുത്ത ആളാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണ്ട രഥോത്സവത്തിനോടനുബന്ധിച്ച്
ഒന്ന്. രണ്ടാമത്തത്, വോട്ടർ പട്ടികയിൽ വ്യാജ ആരോപണം വന്നു, നിങ്ങളെല്ലാം കൊണ്ടുവന്നതാണ്. ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നില്ല. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന്. തെരഞ്ഞെടുപ്പിലെ കൃത്രിമങ്ങൾ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവർക്ക് പരിശോധിക്കാമല്ലോ. ഇപ്പം ഞാനൊരു കാര്യം, വെരി സിമ്പിൾ. മലമ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് വോട്ടർമാർ, ഇത് ചില ആളുകൾ ഇത് ആദ്യം വാർത്ത കൊടുത്തത് ഇത് BJP ചെയ്തതാണെന്ന് വരുത്താൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. മലമ്പുഴ മണ്ഡലത്തിലും തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ കള്ളവോട്ട് ചേർത്തിരിക്കുന്നത്. അത് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 മിനിറ്റ് മതി. ഇപ്പോൾ എല്ലാത്തിനും ഇതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഫേസ് വെച്ചിട്ട് അവർക്ക് ആളുടെ മുഖം വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആരാണ് ഇരട്ട വോട്ട് കണ്ടുപിടിക്കാൻ അവർക്ക് സംവിധാനമുണ്ട്. അത് അവർ വെച്ച് നോക്കിയിട്ട് മലമ്പുഴ മണ്ഡലത്തിലുള്ള കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ആൾക്കാരെ ഇവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. ഇല്ല, ഞങ്ങളെ ഇവിടെ കഴിഞ്ഞ ലോക്സഭയിൽ അയാൾ ഇവിടെയാണ് വോട്ട് ചെയ്തത് അല്ലേ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഞാനിവിടെ വോട്ട് ചേർത്താൻ കൊടുത്തിട്ടായിരുന്നു, ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് പട്ടാമ്പി പോയി ചെയ്യേണ്ടി വന്നത്. ഇപ്രാവശ്യം ഞാൻ ഇവിടെ കൊടുത്തു വന്നു. രഹസ്യ വോട്ടല്ലല്ലോ, പരസ്യമായിട്ടല്ലേ ചേർത്തത്? പരസ്യമായിട്ടല്ലേ ചേർക്കണത്. ഒരു ജില്ലാ പ്രസിഡന്റ് ചേർക്കണത് രഹസ്യമായിട്ട് ചേർക്കണതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പരിശോധിച്ചോളൂ. ഞങ്ങൾക്ക് എന്തിനാ പേടി? ഞങ്ങൾക്ക് ഇതിൽ ഒരു ആക്ഷേപത്തിനും ഞങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്തുകൊണ്ട് ശരിയായി ഇപ്പോൾ MP രാജേഷാണ് ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ CPM ആണ് ആരോപണം ഉന്നയിച്ചത്. ജില്ലാ കലക്ടർ ആരുടെ ആളാണ്? അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളല്ലേ? കൽപ്പാത്തി തേര് ദിവസം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞ ആളല്ലേ? BLOമാർ ആൾക്കാരാണ്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭരണം വേണ്ടല്ലോ എന്ന്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചരടുകൾ ഏതാണെന്ന് മനസ്സിലായില്ലേ? ഭരണം ഇല്ലാതെ തന്നെയല്ലേ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് 1-ാം പ്രതിയായിരിക്കുന്ന ആളെ രക്ഷപ്പെടുത്തിയത് ഭരണം ഉണ്ടായിട്ടാണോ? ഇപ്പോൾ DYFIക്കാർ പറയുന്നു വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു. ആര് കാരണം? ഓൺലി ബിക്കോസ് ഓഫ് LDF. കേന്ദ്രമല്ല, വ്യാജ ID കാർഡിനെതിരെ ക്രൈംബ്രാഞ്ചാണ് എടുത്തത്. നിങ്ങൾ വിട്ടില്ലോ അത്? അല്ലല്ല, പിടിപാടുണ്ടെങ്കിൽ ഇത് കൈമാറണം സാറേ. ഇതാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം പറയാൻ. കേന്ദ്ര ഏജൻസികൾക്ക് ഒരു അന്വേഷണം കൈമാറണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് അത് കൈമാറണം, അല്ലെങ്കിൽ ഹൈക്കോടതി പറയണം. ഞങ്ങൾക്ക് ചാടിപ്പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇനി എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും? സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ കൈകടത്തും. രണ്ടും നിങ്ങൾ പറയില്ലേ? ഇവിടുത്തെ ID കാർഡ് തെരഞ്ഞെടുപ്പ് 5 ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്ത് തരാം. ഒരു മണിക്കൂർ മതിയെന്ന് ഇതിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, സോഫ്റ്റ്വെയർ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ. രാജ്യവ്യാപകമായി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്നതാണത്. അതായത് ഇപ്പോൾ നമ്മളെ 2 പേരുടെയും മുഖം 2 സ്ഥലത്ത് വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഇമ്മീഡിയറ്റ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതെന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത്? ഞങ്ങൾ ഈ കാര്യത്തിലും വർഗീയ പ്രചരണത്തിൻ്റെ കാര്യത്തിലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ സമീപിക്കും. അതിൻ്റെ അവർ തടയട്ടെന്ന്. ഞങ്ങൾക്ക് ലാഭമേ ഉള്ളൂ. ഞങ്ങളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിന് എത്തണ്ട. ഞങ്ങൾക്കൊരു ഭയവും ഇല്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു വ്യാജ വോട്ടും ചേർത്തിട്ടില്ല. 100% ആത്മാർത്ഥത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് നടപടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.